കോൺഗ്രസിൻ്റെതായ കുറച്ച് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്ര ഒരു 18.81% വോട്ട് വർധന ഉണ്ടാക്കിയ ഒരു പാർട്ടിക്ക് നിയമമണ്ഡലത്തിൽ മാത്രം 7000-ഓളം വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു ഡീൽ അവിടെ ഉണ്ട്. വെള്ളാപ്പള്ളി അല്ലെങ്കിലും പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വെള്ളാപ്പള്ളി ഒരു പിന്നെ ഒരു നമ്മുടെ സ്റ്റേറ്റിലുള്ള ജനങ്ങൾ തമ്മിലുള്ള പരസ്പര സാഹോദര്യവും സൗഹാർദ്ദവും ആ ഐക്യവും ഇഷ്ടവും സ്നേഹമൊക്കെ തകർക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നമ്മൾ മുകളിൽ എടുക്കുന്നില്ല. അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളത് SDPI സംസ്ഥാന അധ്യക്ഷൻ ലത്തീഫ് കെ ആണ്. ലത്തീഫ് കെ, അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. മുമ്പ് നമ്മൾ സംസാരിച്ച സമയത്ത് ആരെ പിന്തുണയ്ക്കുമെന്ന ചോദ്യത്തിന് മൗനമായിരുന്നു മറുപടി. പക്ഷേ സർക്കാരിനെ അങ്ങ് പുകഴ്ത്തി പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആർക്കായിരുന്നു സത്യത്തിൽ പിന്തുണ? അത് ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടായിരുന്നു. ഞങ്ങൾ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ 36 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ ആരെ പിന്തുണയ്ക്കുന്നു എന്ന് പുറത്ത് പറയേണ്ടതില്ല. ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് മാത്രം കൊടുക്കേണ്ട നിർദ്ദേശമാണ് എന്ന രീതിയിൽ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. അതിനിപ്പോഴും മാറ്റമില്ല. അതങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. വെളിപ്പെടുത്താൻ ആഗ്രഹമില്ല. ഇല്ല, വെളിപ്പെടുത്താൻ ആഗ്രഹമില്ല. ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ആര് ജയിച്ചാലും അതിൻ്റെ അവകാശവാദവുമായി ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. അതിനർത്ഥം ഞങ്ങൾ പിന്നീട് ആദ്യം പറയാതിരിക്കുന്നത് പിന്നീട് ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയ്ക്ക് ചിത്രീകരിക്കുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളങ്ങനെ പറഞ്ഞത്. അതിലിപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നിയമത്തൊക്കെ അങ്ങ് ശിവൻകുട്ടിയെ പിന്തുണച്ചു എന്നുള്ളതാണ് അത് അന്ന് വെളിപ്പെടുത്തിയ സംഭവം. പക്ഷേ അവിടെ BJP വിജയിച്ചു വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അത് തിരിച്ചടിയായില്ലേ? അല്ല, നമ്മളെ ഭാഗം ക്ലിയറാണ്. നമുക്കിതൊരു തിരിച്ചടിയില്ല. അവിടെ വളരെ കൃത്യമായി ഡീല് നടന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ VD സതീശൻ പറഞ്ഞിരുന്നത് CPM-ഉം BJP ഡീലുണ്ട് എന്നാണ്. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു ഡീല് VD സതീശൻ്റെ പാർട്ടിയും കോൺഗ്രസും BJP-യും തമ്മിൽ നടന്നിട്ടുണ്ട് എന്നതാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നിയമം. നമ്മൾ ആലോചിക്കുക, കേരളത്തിലെ മൊത്തം നമ്മൾ വോട്ട് ഷെയർ നോക്കുമ്പോൾ കോൺഗ്രസ് 18.81% വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മൊത്തം ഈ ഇലക്ഷനിൽ. വലിയ വർധനമാണത്. 18.81%. അവർക്ക് 2021 കിട്ടിയ വോട്ടിൻ്റെ 18.81% എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിലധികം വോട്ട് അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ. പക്ഷെ നമ്മൾ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നിയമത്ത് അവർക്ക് വോട്ട് കുറഞ്ഞിരിക്കുന്നു. 7000-ഓളം വോട്ട് കോൺഗ്രസിന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്? മൊത്തം കേരളത്തിലൊരു സിനാരിയോ, കേരളത്തിലെ മൊത്തം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ UDF-ന് വിജയമുണ്ടാകുന്നു. എല്ലായിടങ്ങളിലും അവർക്ക് വോട്ട് വർധന ഉണ്ടാകുന്നു. പക്ഷേ നിയമത്ത് മാത്രം വോട്ട് കുറയുന്നു. അതിനർത്ഥം എന്താണ്? നിയമത്ത് അവർക്ക് വോട്ട് കുറഞ്ഞെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതൊരു ഡീലാണ്. നമുക്ക് വേറൊന്നുകൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേമത്ത് അവിടെ മുസ്ലിം സംഘടനാ പ്രതിനിധികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ മെക്ക, MSS, MES പോലുള്ള മുസ്ലിം സംഘടനാ നേതാക്കന്മാരുടെ മീറ്റിംഗ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. ഞങ്ങൾക്കറിയാം വളരെ കൃത്യമായിട്ടത്. അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർക്കുകയും അവരോട് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് ചില മുസ്ലിം സംഘടനകളുടെ വിവിധ അവിടുത്തെ വർത്തക പ്രമുഖന്മാരെയും അതുപോലെ തന്നെ ഇതുപോലുള്ള മുസ്ലിം സാംസ്കാരിക ഉദ്യോഗസ്ഥ സംഘടനകളുടെ നേതാക്കന്മാരെയും വിളിച്ചു ചേർത്തത്, കോൺഗ്രസിൻ്റെ നേതൃത്വം വിളിച്ചു ചേർത്തിട്ട് അവരോട് പറഞ്ഞത് ഇവിടെ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. നേരത്തെ LDF ആയിരുന്നു ജയിച്ചത്. പക്ഷേ ഇപ്പോൾ അത് കാര്യങ്ങൾ അങ്ങനെയല്ല. നേമത്ത് വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും അവർ ഏറെക്കുറെ സമ്മതിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട് ഇല്ല എന്നുള്ളതല്ല. പക്ഷേ എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ബോധ്യപ്പെടുത്തിയിട്ട് കോൺഗ്രസ് ആ വോട്ട് BJP കൊടുത്തിട്ടുണ്ട്. ഈ മുസ്ലിം സംഘടന വോട്ടല്ല ഞാൻ പറഞ്ഞത്, കോൺഗ്രസിൻ്റെ വോട്ട്. കോൺഗ്രസിൻ്റെ കേഡർ വോട്ടുകളൊക്കെ BJP-യിലേക്കാണ് പോയിട്ടുള്ളത് അല്ലേ? കേഡർ വോട്ട് എന്ന് പറയുന്ന ഒരു കേഡർ സിസ്റ്റം കോൺഗ്രസിലെങ്കിൽ പോലും കോൺഗ്രസിൻ്റെതായ കുറച്ച് വോട്ടുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്ര ഒരു 18.81% വോട്ട് വർധന ഉണ്ടാക്കിയ ഒരു പാർട്ടിക്ക് നിയമമണ്ഡലത്തിൽ മാത്രം 7000-ഓളം വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു ഡീൽ അവിടെ ഉണ്ട്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ മത്സരിച്ച മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തിന് വോട്ട് മറിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് ഒരു നല്ല ഡീലിൻ്റെ ഭാഗമാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ VD സതീശൻ നടത്തുന്ന പ്രസ്താവനകൾ, അദ്ദേഹം 3 ഇടങ്ങളിൽ BJP ജയിച്ചതിനെ കുറിച്ച് പറയുന്നത് അത് സ്വാഭാവികമല്ലേ? അവരും ഇന്ത്യയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയല്ല. അവർ നിയമസഭ ഉണ്ടാകട്ടെ, ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് അവർ പ്രവർത്തിക്കട്ടെ. നമുക്ക് അവരെ ഒരു സ്വാഗതം ചെയ്യുന്നത് പോലെ
BJPയുടെ വിജയത്തിൽ ഒരു ഇഷ്ടം കാണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്ത പോലെയാണ് പറയുന്നത്. അപ്പോൾ BJP എന്നത് നമുക്കൊരു BJP ഇന്ത്യയിലെ ഒരു ഫാസിസ്റ്റ് വർഗീയ രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ ആർക്കും ഒരു സംശയമില്ല. ഇന്ത്യയിൽ നടന്ന BJP എന്ന് പറഞ്ഞാൽ RSSൻ്റെ ഔട്ട്ഫിറ്റാണ്. ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, ഇവിടുത്തെ ബുൾഡോസർ രാജ് നടത്തിയത്, ആൾക്കൂട്ട കൊലകൾ നടത്തിയത്, ജനാധിപത്യത്തിനെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആണ്. കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഒരു ഗോവയിൽ 2 സീറ്റ് ജയിച്ച BJP അവിടെ പിന്നീട് മന്ത്രിസഭ ഉണ്ടാക്കുന്നതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ബംഗാളിൽ രാഹുൽ ഗാന്ധി പറയുന്നു, മമത പറയുന്നു, എല്ലാവരും പറയുന്നു അവിടെ അട്ടിമറി, അവിടെ ഇലക്ഷൻ കമ്മീഷന് വെച്ച് അട്ടിമറി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കുകയും പുകഴ്ത്തുകയും അവരുടെ വിജയത്തിൽ ഒരു പരിധിവരെ സന്തോഷം പഠിപ്പിക്കുകയും ചെയ്യാണ് വി ഡി സതീശൻ. എനിക്ക് തിരിച്ചിവിടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇന്ത്യയിൽ ഇതുപോലുള്ള ഒരു BJP പോലുള്ള ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവർ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് കേരളത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ STPക്ക് തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ കൊട്ടങ്ങൽ പഞ്ചായത്തിൽ 5 സീറ്റിൽ BJPയും 5 സീറ്റിൽ കോൺഗ്രസും അല്ലെങ്കിൽ UDFും ജയിച്ചിട്ട് 3 സീറ്റ് ജയിച്ച STPയുടെ വോട്ട് വാങ്ങിയില്ല പ്രസിഡന്റ് ഇലക്ഷനിൽ. അപ്പോൾ അതെന്താ ഇലക്ഷനിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളല്ലേ? ഇവിടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അംഗീകരിക്കുകയും അവരുടെ ഭരണഘടനാപരമായ അവരുടെ റൈറ്റാണെന്ന് പറയുകയും അവരുടെ ദൗത്യം നിർവഹിക്കണമെന്ന് പറയുമ്പോൾ, അപ്പുറത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട STP അംഗങ്ങൾക്ക് ഈ പ്രിവിലേജ് കൊടുക്കുന്നില്ല. അത് BJPക്ക് ലഭിച്ച പ്രിവിലേജ് എന്തുകൊണ്ട് STPക്ക് ലഭിക്കുന്നില്ല? അതാണ് തന്നെ, BJPക്ക് ലഭിച്ച പ്രിവിലേജ് STPക്ക് ലഭിക്കുന്നില്ല വി ഡി സതീശൻ ഇരുന്നു. അപ്പോൾ ഇതിൽ അത് മാത്രമല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കും വോട്ട് ശതമാനം വർധനവ് ഉണ്ടായിട്ടുണ്ട്. CPMനും CPIക്കുമാണ് വലിയ വോട്ട് ഷെയർ കുറഞ്ഞു പോയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അവർക്ക് കിട്ടിയ CPMന് കിട്ടിയ വോട്ടിൻ്റെ 11% അവർക്ക് പ്രാവശ്യം കുറവാണ്. CPIക്കും അതുപോലെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസിനും അതുപോലെ തന്നെ BJPക്കും മുസ്ലിം ലീഗിനും ഒക്കെ വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട് ഈ ഇലക്ഷനിൽ. പക്ഷേ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ BDJSും അതുപോലെ അവരുടെ സഖ്യകക്ഷിയായ 2020 ഒക്കെ മത്സരിച്ച മണ്ഡലങ്ങളിൽ ഇതുപോലെ BJPക്ക് കിട്ടിയതുപോലുള്ള ഒരു വോട്ട് വർധനവ് അവരുടെ സഖ്യകക്ഷികൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെയും നമുക്ക് സംശയം ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഡീൽ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് മുമ്പ് എന്താണോ വി ഡി സതീശൻ ആരോപിച്ചത് അതിന് വിരുദ്ധമാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കേരളത്തിലുടനീളം കോൺഗ്രസ് BJP ഡീൽ ഉണ്ട് എന്നാണ് ആരോപിക്കുന്നത്. അല്ല, ഉടനീളം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അവർക്ക് അതിനനുസൃതമായ ഒരു സാഹചര്യം പലയിടത്തും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവ് നിയമത്തിൽ തന്നെയാണ്. 1 നമ്പർ ഉദാഹരണമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ BJP ജയിച്ച ചാത്തന്നൂരും കഴക്കൂട്ടൊക്കെ ഒരു ഈ BJP വിജയിക്കരുത് എന്ന് പറയുന്ന അല്ലെങ്കിൽ BJP വരരുത് എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ്, അതുപോലെ തന്നെ മറ്റു മുന്നണികളും അതിനനുസൃതമായി വിജയിപ്പിക്കാതിരിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ പ്രായോഗികമായ ഒരു സംഗതി അവർ ചെയ്തിട്ടില്ല. അത് വളരെ ദുരൂഹമായ സംഗതിയല്ലേ? അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം പോലെയാണ് ഇപ്പോൾ അവർ കാണിക്കുന്നത്. ഇപ്പോൾ ഈ കാസർഗോഡ് അപ്പോൾ സംഭവിച്ചത് നിങ്ങളുടെ പിന്തുണ പൂർണ്ണമായിട്ടും UDFനായിരുന്നു? അല്ല, അത് ഞങ്ങൾ നേരത്തെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ അല്ല, ഞങ്ങൾ ഒരു മണ്ഡലത്തിലും അങ്ങനെ നിയമത്തൊഴിച്ചുള്ള ഒരു മണ്ഡലത്തിലും പൊതുവായി പറയേണ്ടതെല്ലാം തീരുമാനിച്ചതാണ്. താങ്കൾ അന്ന് സൂചിപ്പിച്ചിരുന്നു മഞ്ചേശ്വരത്തെ ഞങ്ങൾ BJPയെ പരാജയപ്പെടുത്താൻ UDFിന്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ ആശങ്ക പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും ഒന്നും ആ കാര്യത്തിൽ യാതൊരുവിധ ആത്മാർത്ഥതയുമില്ല എന്നിപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം മഞ്ചേശ്വരത്തിൽ നമ്മൾ വിടാം. കാരണം നമ്മൾ അവിടെ ആർക്ക് വോട്ട് ചെയ്തില്ല എന്നല്ല. ഞങ്ങൾ അവിടുത്തെ അന്ന് ഇവിടുത്തെ എല്ലാ സംഘടനകളും പൊതുവായി പറഞ്ഞു STP പിൻവാങ്ങണം. ഞങ്ങൾ പിൻവാങ്ങിയിട്ടുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. പൊതുസമൂഹത്തിൻ്റെ ഒരു അഭ്യർത്ഥന അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങളത് പിൻവാങ്ങിയത്. അപ്പോൾ പൂർണ്ണമായിട്ട് STPയുടെ പിന്തുണ UDFിലേക്കാണ് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, മറ്റു ഒരു നിയമത്തൊഴിച്ചുള്ള ഒരു മണ്ഡലത്തിലെയും പിന്തുണ ഡിസ്ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് അത് മാത്രമായി ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. നമ്മൾ മുൻപ് സംസാരിച്ച സമയത്ത് അങ്ങ് സർക്കാരിൻ്റെ ഭരണത്തെയും സർക്കാരിൻ്റെ സംവിധാനങ്ങളെയും പുകഴ്ത്തുന്ന കാഴ്ച കണ്ടു. സർക്കാരിനായിരിക്കും പിന്തുണ എന്ന് വിരൽ ചൂണ്ടുന്ന രീതിയിലായിരുന്നു അങ്ങയുടെ പ്രതികരണങ്ങളൊക്കെ വന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇടതുപക്ഷം വലിയ മാർജിനിൽ തോൽക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അത് നമുക്കറിയാലോ. ഇത് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ തരംഗമില്ല എന്ന് STP മാത്രമല്ല പറഞ്ഞത്.
കേരളത്തിലെ പ്രമുഖമായ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖമായ വിവിധ ഏജൻസികൾ, എക്സിറ്റ് പോൾ നടത്തിയ ഏജൻസികളും പറഞ്ഞത് കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കേരളത്തിന് ഏറ്റവും ഒരുപക്ഷെ കേരളത്തിൽ പിന്നെ UDF വേണ്ടിയിട്ട് വർക്ക് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന മീഡിയ വൺ ചാനൽ പോലും അവരുടെ ഒരു 150 മണ്ഡലങ്ങളിൽ അവരുടെ പദ്ധതികൾ നടത്തി വന്ന ഒരു പര്യടനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് പിന്നെ നിയമസഭാ മന്ദിരത്തിൻ്റെ അവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് അവർ പറഞ്ഞതും കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ്. അപ്പോൾ അത് ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതേസമയം ഒരു വലിയ പിന്നെ UDF അനുകൂലമായ ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ അതിലൊരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ അതിൽ പല കാരണങ്ങളും ഇതിൽ UDF അനുകൂലമാകാൻ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം UDF മുന്നോട്ട് വെച്ച അവരുടെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ ഒരു ജനക്ഷേമകരമായ ഒരു പദ്ധതികളുണ്ട്, 5 പദ്ധതികൾ. അതൊരു പക്ഷേ കേരള ജനത ഏറ്റെടുത്തിട്ടുണ്ടാകും. കാരണം കേരളത്തിലെ പൊതുവെ ആളുകൾ ഈ പിന്നെ വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജനക്ഷേമ ഇതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര, അതുപോലെ പിന്നെ പെൺകുട്ടികൾക്കുള്ള 1000 രൂപയുടെ സ്കോളർഷിപ്പ്, 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള ഈ ജനക്ഷേമകരമായ വാഗ്ദാനങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് കിട്ടിയ ഒരു വലിയ പിന്തുണയായിരിക്കും. പിന്നെ ഇത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഇത് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കും കാണാൻ കഴിയാത്ത ഒന്ന് ഞങ്ങൾക്ക് മാത്രമായി കാണാൻ കഴിയില്ലല്ലോ. മറ്റൊന്ന്, ഈ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞ പോലെ VD സതീശനിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത്. അങ്ങനെ VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നാൽ ദോഷം ചെയ്യോ? VD സതീശൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പലപ്പോഴും കളവ് ധാരാളമായി പറയുന്ന ഒരാളാണ്. പിന്നെ BJPക്ക് പിന്നെ അനുകൂലമായി പലപ്പോഴും നിലപാടെടുത്ത ആളാണ്. ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് പിന്നെ ആര് വന്നാലും കണക്കാണ്, കോൺഗ്രസ് ആണ്, പക്ഷേ നയപരിപാടികൾ അങ്ങനെയൊക്കെയാണ്. എങ്കിലും വ്യക്തികൾ നിലയ്ക്കുള്ള VD സതീശൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് നമ്മൾ കണ്ടറിയണം എന്തായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ തന്നെ ജയിച്ച് വന്ന ഉടനെ തന്നെ BJPക്ക് അനുകൂലമായ രീതിയിൽ പ്രതികരിക്കുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഈ മറ്റാര് മുഖ്യമന്ത്രി ആവണം, സതീശൻ അല്ലെങ്കിൽ മറ്റാര് എന്ന് നിങ്ങളുടെ ആഗ്രഹം എന്താ? അതിൽ നമുക്കൊരു റോളുമില്ലല്ലോ. നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടാവല്ലോ, സതീശൻ വന്നാൽ കൂടുതൽ ദോഷകരമാണ്, മറ്റാരെങ്കിലും വന്നാൽ ചെറിയൊരു സാധ്യത ഉണ്ടല്ലോ എന്നുള്ള. അത് വന്നാൽ ദോഷകരം എന്ന് ഞാൻ പറയുന്നത്, പക്ഷെ സതീശൻ നിലപാടുകൾ അത്ര സുതാര്യമല്ല എന്നാണ് പറഞ്ഞത്. വന്നാൽ ആര് ഗുണം ചെയ്യുമില്ല എന്നൊക്കെ ഉള്ളത് അവരുടെ ഒരു UDF പോളിസിയൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചിരിക്കും. അവരൊറ്റക്കല്ലല്ലോ ഭരിക്കണത്, കൂടെയുള്ള മറ്റ് ഘടകകക്ഷികളും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ ഭയങ്കര ആശങ്കയൊന്നുമല്ല. പക്ഷെ ഒരു 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 സുതാര്യതയുടെ കുറവ് നമുക്ക് സതീശൻ്റെ കാര്യം കാണുന്നേ ഉള്ളൂ. പിന്നെ മറ്റതൊക്കെ അവരുടെ പാർട്ടിയുടെ കാര്യങ്ങളല്ല, അത് നമുക്ക് ഇടപെടുന്നതിൽ ഒരു തലത്തിലുമുള്ള അർഹതയില്ല. ഈ മുന്നണിയിൽ നമുക്ക് ഈ നിയമസഭയിൽ നമുക്ക് MLA പോലും ഇല്ലാത്തൊരു പാർട്ടി ആര് മുഖ്യമന്ത്രി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നിങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തരത്തിൽ വീണ്ടും STPIക്കെതിരെ തിരിയാനൊരു സാധ്യതയുണ്ടോ? STPI വലിയ കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ചൊരു പാർട്ടിയാണ്. നിങ്ങൾക്കറിയോ എന്തുമാത്രം പ്രതിസന്ധികൾ കഴിഞ്ഞ 18 വർഷത്തിന് ഈ പാർട്ടിയെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിനെ പോലെ, ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ പോലെ ഉള്ള ഒരു വലിയ ഗവൺമെൻറ്റിനേക്കാളും വലുതും ഒന്നും ഇവിടെ ആരും UDF LDF ഒന്നും ആകാൻ പോകുന്നില്ല. ഏറ്റവും വലിയ ഫാസിസ്റ്റും ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധ, ജനവിരുദ്ധ, മതവിരുദ്ധ, പിന്നെ രാജ്യവിരുദ്ധ, ഭരണഘടനാ വിരുദ്ധ പാർട്ടിയാണ് പിന്നെ BJP. അവർ ഭരിക്കുന്ന ഇന്ത്യയിലാണ് ഞങ്ങളുള്ളത്. അവരുടെ എന്തെല്ലാം നിയമങ്ങളൊക്കെ ഞങ്ങൾ വിധേയമായിട്ടുണ്ട്. ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനെ വരെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിയമങ്ങളുടെയും നിയമങ്ങളെയും അവരുടെ ഭീകരതയും ഒക്കെ കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ പാർട്ടി ഉള്ളത്, മറ്റ് സ്റ്റേറ്റിലുണ്ടല്ലോ. അവിടങ്ങളൊക്കെ അതിജയിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആര് വന്നു എന്നുള്ളത് ഞങ്ങളുടെ നിലനിൽപ്പിനൊരു പ്രതിസന്ധിയല്ല. ഏത് ക്രൈസിസിനെയും ചാലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഇച്ഛാശക്തിയും അതിനുള്ള ദിഷണാബോധം ഒക്കെ ഉള്ളൊരു പാർട്ടിയാണ് STPI. നമുക്കൊരു അതിലൊന്നും ഒരു ആശങ്കയില്ല. ഇവിടുത്തെ നമ്മൾ പറയുന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഉണ്ടാകേണ്ട നേട്ടങ്ങളെക്കുറിച്ചാണ്. അവർ മുന്നോട്ട് വെച്ച ഈ പിന്നെ ജനക്ഷേമകരമായ പദ്ധതികൾ അത് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ സമര രംഗത്തുണ്ടാവും. ഈ LDF ഭരണത്തിലെത്താത്തത് ചെറിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ ലത്തീഫ് ഖാൻ? എന്തിന്? ഞങ്ങളെ സംബന്ധിച്ചോളം അതിൽ നമ്മൾ പിന്നെ നമ്മൾ മനസ്സിലാക്കി, ഞങ്ങൾ ആ മുന്നണിയുടെ ഭാഗമായിട്ടില്ലല്ലോ. LDF എന്ന മുന്നണിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. എന്നിട്ട് അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാവും. ഞങ്ങൾ എവിടെയെങ്കിലും കേരളത്തിലെ ഞങ്ങളുടെ മത്സരിച്ച മണ്ഡലങ്ങളിലല്ലാതെ ഒരു മണ്ഡലത്തിലും ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്തതായിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെ സംഗതി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ആർക്കും വേണ്ടി
കഠിനാധ്വാനം ചെയ്ത് പണിയെടുത്ത് ഫീൽഡിൽ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തിന് LDFിൻ്റെ പിന്നെ പരാജയത്തിൽ വേദനിക്കണം, വേവലാതിപ്പെടണം? സംഗതിയില്ല. ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടപ്പോൾ ഉപമുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് അങ്ങനെ ഉപമുഖ്യമന്ത്രി ആവാനുള്ള അർഹത ഉണ്ടോ? അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അത്തരത്തിൽ ചുമതലയിലേക്ക് ഒരാൾ വരാനുള്ള അർഹതയുണ്ടോ? നമ്മളിതിൽ ഇങ്ങനെ ഈ ഒരു മതപരമായിട്ട് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പിന്നെ MLA-മാർ മുഴുവനും മുസ്ലിങ്ങളാണ്. അപ്പോൾ ഒരു മുസ്ലിമിന് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് എന്നോട് യോജിക്കുന്നില്ല. മുസ്ലിം ലീഗുകാരനും ഉപമുഖ്യമന്ത്രിയാകാം, മുഖ്യമന്ത്രിയാകാം. ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി പദവും ഒക്കെ വിഭജിച്ച് നിർത്തുന്നത് ശരിയല്ല. എല്ലാ മതക്കാർക്കും പിന്നെ ഇവിടെ അർഹതയുണ്ട്. ഈ രാജ്യത്ത്, ഈ സ്റ്റേറ്റിലെ പിന്നെ ഒരു കക്ഷി നിലകൾക്കും ഈ സ്റ്റേറ്റിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഭരണരംഗത്തുണ്ടായ ഒരു പാർട്ടികൾക്കും അവരുടെ പ്രതിനിധിക്ക് മുഖ്യമന്ത്രിയും പിന്നെ ഉപമുഖ്യമന്ത്രി ആവാനുള്ള അർഹതയുണ്ട്. അതിലും നമുക്ക് എതിര് പറയാനില്ല. കാരണം അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ വേർതിരിച്ച് ഇന്നവർക്ക് പറ്റൂല ഇന്നവർക്ക് പറ്റുമെന്ന് പറയുന്ന അർത്ഥമില്ല. അവർക്കും പറ്റും. അപ്പോൾ ഈ കോൺഗ്രസ് കണ്ടറിഞ്ഞ് നൽകണം എന്നുള്ളത് തന്നെയാണ് ലീഗ് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനം കണ്ടറിഞ്ഞ് നൽകണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഭാഷയല്ലേ? അല്ല, നമ്മൾ അത് നൽകണമെന്നോ നൽകണ്ട എന്നോ അല്ല പറയുന്നത്. അവർക്ക് നൽകുന്നതിൽ അനർഹതയുടെ ഒരു പ്രശ്നമില്ല. അവർക്കും ലഭിക്കാനുള്ള അർഹതയുണ്ട് എന്നതാണ് നമ്മൾ പറയുന്നത്. അവർ കോൺഗ്രസ് നൽകണോ നൽകണ്ടേ എന്നുള്ളതൊക്കെ മുന്നണി കാര്യങ്ങളാണ്. പക്ഷേ പിന്നെ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു കേരളത്തിൻ്റെ ഒരു വളരെ പിന്നെ കീ പോസ്റ്റിൽ നിഷേധിക്കപ്പെടുന്നത് ശരിയല്ല എന്ന അഭിപ്രായമുണ്ട്. ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ വലിയ ചർച്ച നടക്കുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് മുസ്ലിം ലീഗാണ്. പക്ഷേ ഈ വെള്ളാപ്പള്ളി പോലുള്ള സമുദായ ആളുകളുടെ സമ്മർദ്ദം മൂലം ആ വകുപ്പ് വെച്ചു മാറാനുള്ളൊരു ശ്രമം അല്ലെങ്കിൽ ഒരു ചർച്ച ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതിനെങ്ങനെ നോക്കിക്കാണും? അല്ല, അതിലൊന്നും നമുക്ക് അഭിപ്രായമില്ല. അത് വകുപ്പുകൾ ആരോ കൈകാര്യം ചെയ്തോട്ടെ. ഈ എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു UDFിൻ്റെ ഒരു പൊതുവായ മാൻഡേറ്റ് ഉണ്ടാവുമല്ലോ, അതനുസരിച്ചല്ലേ പ്രവർത്തിക്കുകയുള്ളൂ. ഒരു മന്ത്രി സ്ഥാനവും ഒരു മന്ത്രി പദവിയും ഒരു പിന്നെ സാമ്രാജ്യമായി ആരെയും കൊണ്ടു നടക്കുന്ന നമ്മളൊന്നും വിശ്വസിക്കുന്നില്ല. ഒരു മുന്നണിയുടെ പൊതുവായ രാഷ്ട്രീയ നിലപാടുകൾക്കൊക്കെ അതിന് പിന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ആര് ഉണ്ടായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച വിഷയമല്ല. വെള്ളാപ്പള്ളിയൊക്കെ ആരോപിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു മതപരമായ രീതിയിലേക്ക് മാറ്റിയെടുക്കും എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു അനുഭവം മുൻകാലങ്ങളിൽ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തതായി നമുക്കറിവില്ല. ആരോപണം തീർത്തും തെറ്റാണ്. വെള്ളാപ്പള്ളി അല്ലെങ്കിലും പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വെള്ളാപ്പള്ളി പിന്നെ നമ്മുടെ സ്റ്റേറ്റിലുള്ള ജനങ്ങൾ തമ്മിലുള്ള പരസ്പര സാഹോദര്യവും സൗഹാർദ്ദവും ആ ഐക്യവും ഇഷ്ടവും സ്നേഹവും ഒക്കെ തകർക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നമ്മൾ മുകളിൽ എടുക്കുന്നില്ല. എന്തായാലും അപ്പോൾ ആർക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയതെന്ന് ഇപ്പോഴും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ നേരത്തെ അങ്ങനെയും തീരുമാനിക്കാമല്ലോ. നമ്മൾ വോട്ട് ചെയ്യുന്ന ആർക്കൊന്നും പറയാതിരിക്കാനും നമുക്ക് അവകാശമുണ്ടല്ലോ. ആ അവകാശമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. എന്തായാലും നേമത്തെ കാര്യം ലത്തീഫ് വ്യക്തമാക്കി കഴിഞ്ഞു. അവിടെ പൂർണ്ണമായും LDFിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ട്. BJP കോൺഗ്രസ് ഡീല് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ STPയുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് ഉർലായ്ക്കൊപ്പം V. സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.